ശ്രീനന്ദയുടെ വിയോഗം മലയാളികളെ ഏവർക്കും നൊമ്പരമായി മാറിയിരുന്നു. എന്നാൽ ഈ വലിയ വേദനയ്ക്കിടയിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കുടുംബത്തെ കൂടുതൽ പ്രയാസത്തിലാക്കുന്നു. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇപ്പോൾ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. ഹലോ, അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മാത്രമേ. ശ്രീനന്ദയുടെ വിയോഗം താങ്ങാനാവാത്ത വേദനയോടെ കുടുംബം ഉൾക്കൊള്ളുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അസത്യമായ കാര്യങ്ങൾ തിരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് അവർ. ശ്രീനന്ദയുടെ കുടുംബാംഗം പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ശ്രീനന്ദയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപെടുത്ത വീഡിയോ എന്ന രീതിയിലാണ് ഒരു റീൽ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇത് വാസ്തവമല്ല. ആ വീഡിയോ അന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ എടുത്തതാണെന്നും അതിനുശേഷം വൈകുന്നേരം 5:20 വരെ ശ്രീനന്ദ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കുന്നു. 5:20 ചിത്രമാണ് അവളുടേതായി അവസാനമായി ലഭിച്ചിട്ടുള്ളത്. വീഡിയോയിൽ ശ്രീനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ആ പെൺകുട്ടിയും ഞങ്ങളുടെ അനിയത്തിയാണ്. അവൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്തരമൊരു മാനസിക വിഷമം അവൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വസ്തുതകൾ അറിയാതെ ആ കുട്ടിയെ വേട്ടയാടരുത്. കുടുംബത്തിന്റെ വാക്കുകളാണിത്. അന്വേഷണങ്ങളുടെയും തിരച്ചിലുകളുടെയും ഒടുവിൽ ശ്രീനന്ദ വിട പറഞ്ഞെങ്കിലും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു സത്യവുമില്ലെന്ന് കുടുംബം അടിവരയിടുന്നു. പ്രിയപ്പെട്ടവളുടെ വേർപാടിൽ തളർന്നു നിൽക്കുന്ന ആ കുടുംബത്തെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.